17-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ജീവിച്ചിരുന്ന നിഷ്കളങ്കനായ ഒരു സന്യാസ വൈദികനായിരുന്നു കുപ്പർത്തീനോയിലെ വിശുദ്ധ ജോസഫ്. വായുവിൽ ഉയർന്നു പോകാനുള്ള അത്ഭുത സിദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നതുകൊണ്ട് പറക്കും വിശുദ്ധൻ എന്ന അപരനാമത്തിലാണ് വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ അറിയപ്പെടുന്നത്. നിരവധി പ്രത്യേകതകളുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. യേശുവിൻ്റെ ജനനം പോലെ ജോസഫിൻ്റെ ജനനവും ഒരു കാലിത്തൊഴുത്തിലായിരുന്നു. കുട്ടിക്കാലം മുതൽക്കേ ആത്മീയ നിർവൃത്തിയും ദർശനങ്ങളും ജോസഫിനെ ഉണ്ടാകുമായിരുന്നു. അദ്ദേഹത്തിന് ബുദ്ധിപരമായ ചില വൈകല്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അക്ഷരങ്ങൾ ശരിയായി വായിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. എന്നാലും ദൈവനിവേശിതമായ വിജ്ഞാനത്താൽ എത്ര വലിയ ദൈവശാസ്ത്രപരമായ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയ്ക്ക് ഉണ്ടായിരുന്നു. ആത്മീയ കാര്യങ്ങളിൽ തൽപരനായിരുന്ന യുവാവായിരുന്നു ജോസഫ്. ജോസഫിൻ്റെ പ്രാർത്ഥനാ ചൈതന്യവും ലളിത ജീവിതവും കണക്കിലെടുത്ത് സന്യാസാശ്രമത്തിൻ്റെ വാതിൽ അദ്ദേഹത്തിനായി തുറന്നു. പഠനത്തിൽ പുറകിലായത് പൗരോഹിത്യ പരിശീലനത്തിൽ പല ബുദ്ധിമുട്ടുകളുണ്ടാക്കിയെങ്കിലും പരീക്ഷ കാലയളവിൽ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി ഉത്തരം നൽകാൻ ജോസഫിനായി. എല്ലാവരെയും സംബന്ധിച്ച് അത് വലിയ അത്ഭുതമായിരുന്നു. ഒടുവിൽ പഠനത്തിൻ്റെ കടമ്പകളെല്ലാം പൂർത്തിയാക്കി 1628 ജോസഫ് പുരോഹിതനായി അഭിഷിക്തനായി. പ്രവചനപരവും രോഗികളെ സൗഖ്യമാക്കാനുള്ള കഴിവും ദൈവം അദ്ദേഹത്തിന് നൽകി. മനുഷ്യരുടെ മുഖത്തു നോക്കി അവരിൽ പാപികൾ ആരൊക്കെയാണെന്ന് തിരിച്ചറിയാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. പാപത്താൽ നിറഞ്ഞ ആളുകൾ മുൻപിൽ വരുമ്പോൾ അവരുടെ മുഖം കറുപ്പായിട്ടാണ് അദ്ദേഹത്തിന് കാണപ്പെട്ടത്. അതുപോലെ തന്നെ പാപജീവിതം നയിച്ചിരുന്നവരിൽ നിന്ന് അരോചകമായ ഗന്ധവും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിരുന്നു. 1630 ഒക്ടോബർ 4 കുപ്പർത്തീനോ നഗരത്തിൽ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് നടന്ന ഒരു പ്രദക്ഷിണത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം അന്തരീക്ഷത്തിൽ ഉയർന്ന് ജനക്കൂട്ടത്തിനു മുകളിൽ നിലകൊണ്ടു. തിരികെ താഴെ എത്തിയതിനു ശേഷം തനിക്ക് സംഭവിച്ചതെന്തെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അസ്വസ്ഥനായി. അതിനുശേഷവും നിരവധി തവണ വായുവിലൂടെ പറന്നു നടക്കുന്ന അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനിടയിലും പ്രാർത്ഥിക്കുന്നതിനിടയിലും ആത്മീയ നിർവൃത്തിയിൽ ലയിച്ച് ജോസഫ് അച്ഛൻ അന്തരീക്ഷത്തിലൂടെ പറക്കുമായിരുന്നു. പൊതുപ്രദക്ഷിണ സമയങ്ങളിൽ ഈ പറക്കൽ തുടങ്ങിയതോടെ എല്ലാവരും ഇതേപറ്റി അറിയാനിടയായി. വളരെ പെട്ടെന്ന് തന്നെ ഈ പറക്കലിനെ പ്രചാരണം ലഭിച്ചു. ഈ അത്ഭുത പറക്കൽ കാണാൻ ആളുകൾ ആശ്രമത്തിലെത്തി. അതോടെ ജോസഫ് അച്ഛൻ്റെ പറക്കൽ ഒരു പ്രശ്നമായി അധികാരികളുടെ പക്കലെത്തി. അതിനുള്ള കാരണങ്ങൾ രണ്ടായിരുന്നു. ആശ്രമ ജീവിതത്തിൻ്റെ അച്ചടക്കത്തിനും ധ്യാനാത്മകതയ്ക്കും ഈ പറക്കൽ മൂലം ഭംഗം വരുന്നു എന്നതായിരുന്നു ഒന്നാമത്തേത്. അടുത്ത കാരണം അതിലും രൂക്ഷമായിരുന്നു. ദുർമന്ത്രവാദമായി ബന്ധപ്പെടുത്തി ഈ പറക്കലിനെ പലരും വ്യാഖ്യാനിച്ചു എന്നതായിരുന്നു അത്. ഇക്കാരണങ്ങളാൽ സന്യാസാധികാരികൾ ജോസഫിനെ മറ്റു പല ആശ്രമങ്ങളിലേക്കും സ്ഥലം മാറ്റി. പക്ഷേ ജോസഫ് അച്ഛൻ്റെ ദിവ്യപറക്കൽ തുടർന്നുകൊണ്ടേയിരുന്നു. തുടരെയുള്ള ഈ പറക്കൽ മൂലം 35 വർഷക്കാലം ഈ വിശുദ്ധനെ അദ്ദേഹത്തിൻ്റെ സന്യാസ സഭാധികാരികൾ പൊതുവിടങ്ങളിൽ പ്രവേശനം അനുവദിച്ചിരുന്നില്ല. വലിയ പീഡനങ്ങളുടെയും സംശയങ്ങളുടെയും അതൃപ്തികളുടെയും നടുവിലും ജോസഫ് അച്ഛൻ തൻ്റെ ക്രൈസ്തവ വിശ്വാസവും ക്രിസ്തുവിനോടുള്ള ആത്മസമർപ്പണവും നിരന്തരം കാത്തുസൂക്ഷിച്ചു. 1663 സെപ്റ്റംബർ 18 തൻ്റെ 60-ാം വയസ്സിൽ സ്വർഗീയ ഭവനത്തിലേക്ക് പറക്കും വിശുദ്ധൻ യാത്രയായി. 100 വർഷങ്ങൾക്ക് ശേഷം 1767 കത്തോലിക്ക സഭ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വൈമാനികരുടെയും വിമാനയാത്രക്കാരുടെയും ബഹിരാകാശ യാത്രക്കാരുടെയും ബുദ്ധിപരമായ ഭിന്നശേഷിയുള്ളവരുടെയും പഠന വൈകല്യമുള്ള വിദ്യാർത്ഥികളുടെയും പരീക്ഷകൾ എഴുതുന്നവരുടെയും പ്രത്യേക മധ്യസ്ഥനാണ് വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ.